നിലമ്പൂരിൽ പരസ്യ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിന് ഇനിയുള്ളത് കൃത്യം 24.25 മണിക്കൂർ മാത്രം. അവസാന മണിക്കൂറിൽ നിലമ്പൂരിൽ വിധി നിർണായകമായ ഘടകങ്ങൾ എന്തെല്ലാമാണ്? മണ്ഡലത്തിലെ അടിയൊഴുക്കുകൾ എന്തെല്ലാമാണ്? വിശദമായ പരിശോധനയിലേക്ക് കടക്കുകയാണ് ഈ മണിക്കൂറിൽ. നിലമ്പൂരിൽ ടീം ന്യൂസ് മലയാളം അണിനിരക്കുന്ന പ്രത്യേക ഷോയാണ് ഇനി. ന്യൂസ് ഡയറക്ടർ സനീഷിലേക്ക്. അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന ഇടമാണ് നിലമ്പൂർ എന്ന് ഇതിനകം എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കേരളം സമീപകാല ചരിത്രത്തൊന്നും കണ്ടിട്ടില്ലാത്തത്രക്ക് ശക്തമായിട്ടുള്ള ആവേശോജ്വലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കോലാഹലങ്ങളാണ് നമ്മൾ കേൾക്കുക. ഏത് മുക്കിലും മൂലയിലും ചെന്നാൽ ആളുകൾ ചർച്ച ചെയ്യുന്ന മുഴുവൻ ഈ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞ് ആര് വിജയിക്കും, ആര് എത്ര വോട്ടുകൾ സമാഹരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം. സാധാരണഗതിയിൽ പി വി അൻവർ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ LDF UDF തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറും. പി വി അൻവർ UDF-നൊപ്പം നിന്ന് മത്സരിക്കും. LDF-ന്റെ സ്ഥാനാർത്ഥി അപ്പുറത്തുണ്ടാകും. പ്രവചിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും എന്ന് ഇരുന്നിടത്ത് നിന്നാണ് ഇപ്പോൾ 4 പേർ മത്സരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പോരാട്ടമായിട്ട് നിലമ്പൂരിലേത് മാറിയത് എന്ന് നമുക്കറിയാം. പി വി അൻവർ വലിയ വെല്ലുവിളിയാണ് 2 മുന്നണി സ്ഥാനാർത്ഥികൾക്കും ഉയർത്തുന്നത്. ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന നല്ല ആത്മവിശ്വാസത്തിലാണ് UDF ഈ മണ്ഡലത്തിലാകെ പ്രചാരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എം സ്വരാജ് സ്ഥാനാർത്ഥിയായിട്ട് വന്നതോടെ തന്നെയും ആത്മവിശ്വാസത്തിലായ LDF-ന്റെ ക്യാമ്പ് അങ്ങേയറ്റം വലിയ പ്രതീക്ഷയിലാണ്. എം സ്വരാജ് പി വി അൻവറിനും ആര്യാടൻ ഷൗക്കത്തിനും UDF-നും അൻവറിൻ്റെ ക്യാമ്പിനും അതിശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുത്തുകൊണ്ട് എം സ്വരാജ് ഇവിടെ വെച്ച് ജയിച്ചു പോരും എന്ന ആത്മവിശ്വാസം LDF-ന്റെ നേതാക്കളും പ്രവർത്തകരും വലിയ തോതിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ UDF ക്യാമ്പ് ആകപ്പാടെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ മനസ്സിലാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം യൂസുഫ് പത്താൻ കൂടെ വന്നതോട് കൂടിയിട്ട് അങ്ങേയറ്റം ചൂടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗമാകെ തന്നെയും എന്ന് നമുക്കറിയാം. യൂസുഫ് പത്താൻ കൂടെ വന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ റാലിയിൽ ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തിൻ്റെ വലുപ്പം കണ്ട് എന്താണ് സംഭവിക്കുന്നത്, വലിയ വോട്ട് ശതമാനം വലിയ വോട്ട് എണ്ണം അദ്ദേഹം കരസ്ഥമാക്കുമോ എന്ന പ്രതീക്ഷ അൻവറിൻ്റെ ആളുകൾക്കും തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകൾക്കുമുണ്ട്. നമുക്കറിയാം പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പെൻഷനാണെങ്കിലും വന്യജീവി പ്രശ്നമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം അതിശക്തമായിട്ട് തന്നെയും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ചർച്ചയായിട്ടുള്ള നിലമ്പൂരിൽ അടിമുടി കഴിഞ്ഞു രാഷ്ട്രീയമായിട്ട് ഈ മണ്ഡലം ആകെ തന്നെയും. മണ്ഡലത്തിൻ്റെ ഉൾഭാഗങ്ങളിലടക്കം വലിയ ചർച്ചയാണ് നടക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന വിധത്തിലുള്ള കാരണങ്ങളാൽ ഉണ്ടാകാവുന്ന തെരഞ്ഞെടുപ്പുകൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചർച്ചകൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. നമ്മൾ വലിയ ആവേശകരമായ മത്സരമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും നാട്ടിലിറങ്ങി ചോദിച്ചാൽ കുറേയേറെ ആളുകളെങ്കിലും തെരഞ്ഞെടുപ്പ് അങ്ങനെ വന്നു, അത് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നതാണല്ലോ എന്നൊരു മട്ട് സാധാരണഗതിയിൽ കാണിക്കാറുണ്ടെങ്കിൽ നിലമ്പൂരിൽ അതല്ല എന്നത് ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ റിപ്പോർട്ടർമാർക്കും ഇവിടെ വന്ന് കാര്യങ്ങൾ മനുഷ്യരുമായിട്ട് സംസാരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ. അതായത് സാധാരണഗതിയിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂട് അല്ല ഇവിടെ ഉള്ളത്. നമുക്ക് വിശദമായി തന്നെയും പരിശോധിക്കാം. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മുതൽ നമ്മുടെ ന്യൂസ് മലയാളത്തിൻ്റെ വിപുലമായ ടീം ഇവിടെ നിന്ന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചുരുങ്ങിയ സമയം മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും, ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും വലിയ വിഷയങ്ങൾ വലിയ തോതിൽ തന്നെ ഇവിടെ ചർച്ചയായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിവേഗത്തിൽ വിഷയങ്ങൾ മാറിമറിയുകയും എന്നാൽ ആദ്യം മുതലുള്ള വിഷയങ്ങൾ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് വന്യജീവി പ്രശ്നം ആദ്യഘട്ടത്തിൽ വരികയും ഒരു കുഞ്ഞ് അവിടെ അതിദാരുണമായ സംഭവത്തിൽ മരിച്ചു പോവുകയും ചെയ്തതിനെ തുടർന്ന് വലിയ ചർച്ച ഈ വന്യജീവി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു. പക്ഷേ അവിടെ കൊണ്ട് നിൽക്കുകയല്ല, അടുത്ത വിഷയങ്ങളിലേക്ക് ഉടനടി കാര്യങ്ങൾ മാറിപ്പോവുകയാണ് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും മറ്റുമൊക്കെ. പക്ഷേ തുടങ്ങിയ വിഷയങ്ങൾ ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ പുതിയ വിഷയങ്ങൾ വരുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിലൊന്ന്. എനിക്കൊപ്പം പ്രസാദ് കൂടെ ചേർന്നിട്ട്. പ്രസാദ് തുടക്കം മുതൽ ഇവിടെയുണ്ട്. പ്രസാദ്, ഒരു പൊതുചിത്രം ഞാൻ പറയുകയായിരുന്നു, കേരളത്തിൽ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത അത്ര വിധം ശക്തമായിട്ടുള്ള വലിയ പ്രചാരണ കോലാഹലങ്ങളുള്ള ഏറ്റവും സൂക്ഷ്മമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പായി മാറി എന്നാണ്. സാധാരണ നമ്മൾ ഇത്തരം തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന അത്രയ്ക്ക് വലിയ ആവേശമൊന്നും ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും ചെറിയ സമയം മാത്രമല്ലേ ഒരു MLA-ക്ക് ഉള്ളൂ, അതുകൊണ്ട് അത്ര വലിയ ആവേശമൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷേ നിലമ്പൂരിലേത് അങ്ങനെയല്ല അല്ലേ? എല്ലാവരെയും ആവേശത്തിലാക്കിയിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലേ? തീർച്ചയായും. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ വലിയ ആവേശം ഉണ്ടായിരുന്നില്ല. കാരണം ആകെ ഒരു കൗതുകം പി വി അൻവർ മത്സരിക്കുന്നു എന്നുള്ളതായിരുന്നു. പി വി അൻവർ മത്സരിച്ച ശേഷം 2 മുന്നണികൾ, ഇപ്പം LDF ആണെങ്കിലും UDF ആണെങ്കിലും
PV അൻവറിനെ അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലത്തോടുകൂടി അതിനകത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇന്നലത്തോട് വെച്ചാൽ PV അൻവറിന്റെ റോഡ് ഷോ വന്നതിന് ശേഷം ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ പല സ്ഥലങ്ങളിലും ചെയ്യുന്ന നമ്മളെ പ്രതിനിധികൾ പല സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ തന്നെ പോകുമ്പോൾ ആളുകൾ പറയുന്നത് PV അൻവർ കുറച്ച് കൂടുതൽ വോട്ട് പിടിക്കും, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല എന്നാണ് പറയുന്നത്. അതിപ്പോൾ UDFന്റെ അകത്താണെങ്കിലും LDFന്റെ ഭാഗത്തുനിന്നാണെങ്കിലും അങ്ങനെ ഒരു മറമറിങ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം കൂടുതൽ വോട്ട് പിടിക്കും എന്നുള്ളതാണ്. കാരണം ഒരാൾക്ക് ജയിക്കാൻ ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് 60,000 വോട്ടെങ്കിലും 3 കക്ഷികൾ വളരെ പ്രധാനപ്പെട്ട LDFനാണെങ്കിലും വോട്ടുണ്ട്. ഒരു 70% വോട്ട്, അതെ അതെ. അപ്പോൾ അത് മറികടന്ന് 1,70,000 വോട്ടുകൾ ചെയ്യപ്പെടാം. അപ്പം അത് മറികടന്ന് അൻവറിലേക്ക് വോട്ട് വരും എന്നുള്ളതാണ്. ഇപ്പം എടുത്തു പറയേണ്ടത് ഇപ്പോൾ വഴിക്കടവ്, എടക്കര പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പം അവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഈ അൻവറിനെ കുറിച്ച് ഇത് MLA എന്ന നിലയ്ക്ക് മോശം അഭിപ്രായം ആരും പറയുന്നില്ല എന്നാണ്. അതിപ്പം LDFനകത്താണെങ്കിലും UDFനകത്താണെങ്കിലും ആരും അങ്ങനെ പറയുന്നില്ല. അപ്പം അതൊക്കെ എങ്ങനെ മാറും എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പം ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് UDFൽ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ LDF ജയിച്ചതാണെങ്കിൽ പോലും. അതുകൊണ്ട് അവർക്കിപ്പം സർക്കാർ 9 വർഷമായി നിൽക്കുന്ന ഒരു സർക്കാരിനെതിരെയുള്ളൊരു ഭരണവിരുദ്ധ വികാരം അതാണല്ലോ അവർ ഏറ്റവും കൂടുതൽ പറയുന്നത്. ഈ LDFനെ സംബന്ധിച്ചിടത്തോളം അൻവർ നിൽക്കുന്നു എന്നുള്ളതാണ്. അൻവർ കൂടുതൽ UDFന്റെ വോട്ടുകളാണ് പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. LDFിൽ നിന്ന് വല്ലാതെ പോകില്ല. അൻവർ ജയിച്ചപ്പോൾ പോലും LDFന്റെ ഭാഗമായി ജയിച്ചപ്പോൾ പോലും UDFന്റെ വോട്ടുകൾ കൊണ്ടാണ് ജയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആ വോട്ടുകൾ അൻവർ പിടിക്കും, അത് LDFനെ ബാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഇവർക്ക് ഓരോരുത്തർക്കും ജയിക്കാൻ. UDFന്റെ നേതാക്കളോട് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നൊരു കാര്യം, UDFന്റേതായിട്ടുള്ള വോട്ടുകൾ പിടിക്കേണ്ടതല്ല, അൻവർ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് കൊണ്ട് പിടിച്ചാണ്, ഞങ്ങളെ ബാധിക്കില്ല, LDFന്റെ വോട്ടാണ് പോകുക. പക്ഷെ അത് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റില്ലെന്ന് തോന്നുന്നു അല്ലേ? ഏത് ഭാഗത്തും അല്ല. അതിനകത്തൊരു കാരണം എന്താ വെച്ചാൽ ഇവം 9 വർഷമായിട്ട് LDFന്റെ MLA ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിന്റെ സ്വാധീനം എന്ന് പറയുന്നത് LDFനാണ്. കാരണം അദ്ദേഹം നമുക്കറിയാം LDFന്റെ ഭാഗമാകുന്ന സമയത്ത് ഒരു സൈബർ പോരാളി എന്ന് തന്നെയാണ് അൻവറിനെ വിശേഷിപ്പിച്ചത്. തീരെ LDFനകത്ത് സ്വാധീനമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് തെറ്റിദ്ധരിക്കുന്ന രീതിയിലായിരിക്കും. കാരണം അതുകൊണ്ട് LDFന്നും UDFന്നും വോട്ട് പോകും. ഞാൻ തിരിച്ചു വരാം. ആസിഫും ശാന്തകുമാറും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷേ അതിനു മുമ്പ് ബെൻസൺ LDF ക്യാമ്പിലെ വിവരങ്ങളുമായിട്ട് അവിടെ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബെൻസൺ, LDF നല്ല വിജയപ്രതീക്ഷയിലാണ് എന്ന് തന്നെയാണല്ലോ കാണുന്നത്. സ്വരാജ് സ്ഥാനാർത്ഥിയായിട്ട് വന്നതോടുകൂടി തന്നെ കാര്യങ്ങൾക്ക് ഒരു ഊർജ്ജവും ഉണർവും കൂടുതലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവർ വിജയം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ MA ബേബി ആണെങ്കിലും MP ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിലും, MP ഗോവിന്ദൻ മാസ്റ്റർ ആദ്യ ദിവസം മുതൽ തന്നെ ഇവിടെയുണ്ട്. MA ബേബി ഇന്ന് പ്രചാരണ പരിപാടികളായിട്ട് മണ്ഡലത്തിലാകെ തന്നെയുണ്ട്. ഈ PV അൻവർ എഫക്റ്റ് അവർക്ക് മേൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നത് സംബന്ധിച്ചൊരു ധാരണ അവർക്കുണ്ടോ? നല്ല ആത്മവിശ്വാസം, അവർ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം തന്നെയാണോ? സനീഷ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ തന്നെ ഒരു എഡ്ജ് നേടാൻ സാധിച്ചു എന്നുള്ളതാണ് LDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. കാരണം സഖാവ് കുഞ്ഞാലിക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് സ്വരാജ്. അതും സ്വരാജ് മത്സരിക്കുന്നു എന്നത് വലിയ ആത്മവിശ്വാസം നിലമ്പൂരിൽ LDFന് നൽകുന്നുണ്ട്, LDF ക്യാമ്പിന് നൽകുന്നുണ്ട്. അതുതന്നെയാണ് ഇത്രയും ദിവസം പ്രചാരണത്തിലും അതേ ആത്മവിശ്വാസം തന്നെയാണ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടം മുതൽക്കേ തന്നെ അൻവറിനെ പാടെ ഒഴിവാക്കുന്നു. അൻവറിനെ കോട്ട് ചെയ്തു വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ അവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ട് അൻവറിനെ മാറ്റി നിർത്തിക്കൊണ്ട്, അൻവർ എന്ന വിഷയം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ആദ്യഘട്ടം മുതലുള്ള ഒരു പ്രചാരണം LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ചിട്ടയായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രചാരണം, അതിന്റെ കൃത്യമായിട്ടുള്ള ഏകോപനം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ LDF ക്യാമ്പുകളിൽ നിന്നും വ്യക്തമായിരുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി 10-ലധികം മന്ത്രിമാർ മണ്ഡലത്തിലുണ്ട്. LDFന്റെ CPIMന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ മണ്ഡലത്തിലുണ്ട്. അവർ കൃത്യമായിട്ടുള്ള ഓരോരോ പ്രചാരണ പരിപാടികൾ, അല്ലെങ്കിൽ 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണുള്ളത്. അപ്പോൾ ഈ 7 പഞ്ചായത്തുകൾക്കും കൃത്യമായി ചുമതലകൾ നൽകുന്നു. ആ ചുമതല ഉള്ള നേതാക്കൾ അവിടെ നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രചാരണം നടത്തുന്നു. യുവ MLAമാർ, യുവ നേതാക്കൾ എല്ലാവരും മണ്ഡലത്തിലെത്തിയുള്ള ഒരു പ്രചാരണമായിരുന്നു LDF ക്യാമ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ നടന്ന അൻവറിന്റെ ആ ഒരു റോഡ് ഷോ, അതിലുണ്ടായ വലിയ ജനകീയ പങ്കാളിത്തം അത് ചെറിയ അങ്കലാപ്പ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും കൃത്യമായും LDFൽ നിന്നും വോട്ട് അൻവറിന് പോകില്ല എന്നൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം LDF ക്യാമ്പിന് കൃത്യമായി ഉണ്ട്. കാരണം UDFൽ നിന്നും അല്ലെങ്കിൽ ലീഗിൽ നിന്നും വോട്ടുകൾ ചോർന്നു പോകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് LDF ക്യാമ്പ് പങ്കുവെക്കുന്നത്. വിജയപ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. ഈ ബൂത്ത് തലങ്ങൾ തൊട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം, ചിട്ടയായിട്ടുള്ള പ്രവർത്തനം. നമുക്കറിയാം, ഈ LDF ഓരോ ഘട്ടത്തിലും വരുന്ന തിരഞ്ഞെടുപ്പുകളെ ഏത് രീതിയിലാണ് നേരിടുന്നത്. അവരുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ചാർട്ട് ഉണ്ടാകും, ഒരു കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാകും. അവ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗോവിന്ദൻ മാഷ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന അന്ന് മുതൽക്കേ തന്നെ മണ്ഡലത്തിലുണ്ട്. 1-2 ദിവസങ്ങൾ മാത്രമാണ് നേതാക്കൾ മാറിയിരുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇവിടെ എത്തി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. അത് വലിയ ആവേശമായിരുന്നു. പിന്നീട് 3 ദിവസം മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പ്രചാരണം നടത്തുന്നു. എല്ലാ പഞ്ചായത്തിലും എത്തി ഓരോ പഞ്ചായത്ത് കൺവെൻഷനിലും റാലികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. ഈ റാലികളിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗങ്ങളുണ്ട്. ഏകദേശം
1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങളാണ് ഓരോ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യം പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് അൻവറിന്റെ വഞ്ചന, അൻവർ വഞ്ചിച്ചു, അതിനുശേഷം ഉണ്ടായ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്ന് ഉയർന്നു വന്നിട്ടുള്ള ഓരോ വിവാദ വിഷയങ്ങളിലും കൃത്യമായി ഉത്തരം പറഞ്ഞു പോകുന്നു. അതിനുശേഷം കഴിഞ്ഞ 9 വർഷക്കാലം LDF സർക്കാർ നേടിയിട്ടുള്ള അല്ലെങ്കിൽ LDF സർക്കാർ നടത്തിയിട്ടുള്ള വികസനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രചാരണം ഉണ്ടായിരുന്നത്. അതേ നില തന്നെയാണ് മറ്റ് നേതാക്കന്മാരും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യമായും കഴിഞ്ഞ 9 വർഷക്കാലം ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ അവ കൃത്യമായും എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഞാൻ തിരിച്ചു വരാം, കൂടുതൽ കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ബെൻസൺ, ഞാൻ താങ്കളിലേക്ക് വരാം, മറ്റുള്ളവരിലേക്ക് കൂടെ പോകണം. ബിനിൽ അവിടെയുണ്ട്, UDFന്റെ വിവരങ്ങളുമായിട്ട് ഞാൻ ബെൻസണിലേക്ക് വരാം. ഇപ്പോൾ ആസിഫും ശാന്തകുമാറും കൂടെ ഉണ്ട്. ആസിഫ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പ്രധാനപ്പെട്ട മുന്നണിയുടെ സ്ഥാനാർത്ഥികളായിട്ട് സ്വരാജും ഷൗക്കത്തുമാണ് ഉള്ളതെങ്കിലും PV അൻവറാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്. എല്ലായിടത്തും കേൾക്കുന്നത് നമ്മൾ അങ്ങനെയാണ്. ഇന്നലെ യൂസഫ് പട്ടാൻ പങ്കെടുത്തിരിക്കുന്ന റാലി ഇത്രക്ക് ആളുകൾ വരുമെന്ന് മറ്റുള്ളവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. രണ്ടാമതൊരു കാര്യം, പല ആളുകളും പറഞ്ഞു അതിനകത്ത് UDFന്റെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും മുഖപരിചയം ഉണ്ടായിരുന്ന അനുഭാവികൾ നേതാക്കളൊക്കെ അതിനകത്തുണ്ട് എന്ന്. അത് വസ്തുതയാണല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പലയിടങ്ങളിലും കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലീഗുകാർ തന്നെ ഇന്നലെ പറയുന്നുണ്ട് ഇന്ന ആള് നമ്മുടെ കൂട്ടത്തിലുള്ള ആളായിരുന്നു, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ആളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടിക്ക് കൂടിയ ആളുണ്ടല്ലോ, അപ്പോൾ നമ്മൾ അവിടെ പലരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കാണാനാണ് ഞങ്ങൾ വന്നേക്കുന്നത്, പക്ഷേ അൻവറിന് അവർക്ക് അവിടെയും ഒരു കൂട്ടം ആളുകൾക്ക് അൻവറിനോട് എന്തോ ഒരു താല്പര്യമുള്ളത് സംസാരിക്കുമ്പോൾ അവർ മൈക്ക് പറയുന്നില്ലെങ്കിൽ പോലും ഇവിടുന്ന് പക്ഷേ ഞങ്ങൾ ഈ വന്നേക്കുന്നത് എല്ലാവരുടെ വോട്ട് ആര്യാട് ഷൗക്കത്തിന് കിട്ടത്തില്ല കേട്ടോ, ഇവിടുന്ന് കുറേ വോട്ട് അൻവറിന് പോകുന്നു പറയുന്നത്. ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയോടുള്ള സ്നേഹം കൊണ്ട് വന്നതാണ്. പക്ഷേ അത് നമ്മൾ പരിശോധിക്കും പറയാം, നിലമ്പൂരിൽ 62,000 വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് 65,000 വോട്ട് ലോക്സഭയിലേക്ക് ഭൂരിപക്ഷം കിട്ടിയതാണ്. അതെ അതെ, അപ്പോൾ ആ വോട്ട് എന്താണെങ്കിലും കോൺഗ്രസിന് കിട്ടില്ല നമുക്ക് ഉറപ്പിച്ച് പറയാമല്ലോ. 62,000 വോട്ട് ഒരിക്കലും ഇവിടെ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന്. പക്ഷേ എൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ എന്തോരം വോട്ട് ചോർന്നു പോകുമെന്നും അപ്പോൾ പ്രിയങ്കയുടെ കൂട്ടമൊന്നും കണ്ട് നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. ഈ അൻവറിന് ഓട്ടോക്കാരോട് നമുക്ക് ഇപ്പോൾ ഏത് ഓട്ടോ സ്റ്റാൻഡിൽ പോകുന്ന നോക്കിയാൽ ഒരു അൻവറിൽ ഒരു 5 പേരെ ആണ്. അപ്പോൾ അങ്ങനെ ഈ അൻവർ ആളുകളെ ഉണ്ടാക്കുന്നത് ആ രീതിയിലാണ്. അൻവറിന്റെ പ്രചാരണം നമ്മൾ അല്ലാത്ത രീതിയിലുള്ള പ്രചാരണം കാണാനേ പറ്റില്ല. അൻവർ പക്ഷെ അതിലൊരു കാര്യമുള്ളത്, ഞാനിവിടേക്ക് നിലമ്പൂരിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കരുതിയിരുന്നത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്കിത് ഇട്ടിരിക്കുന്ന ഷർട്ട് 2 ഞാൻ ഇന്നലെ ഇട്ട ഷർട്ടാണ്, ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ ഈ പൈസ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ അൻവർ ആയതുകൊണ്ട് ഞാനിവിടെ പ്രചാരണം വലുതായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാകില്ല എന്നാണ് കരുതിയത്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലക്സ് ഉള്ളത് ആര്യാടൻ ഷൗക്കത്തിനാണ്. പക്ഷേ രണ്ടാമത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് സ്വരാജിനുള്ളത്രക്ക് തന്നെ ഫ്ലക്സുകളും പ്രചാരണ പരിപാടികളും വലിയ ഫ്ലക്സ് അദ്ദേഹത്തിനുണ്ട് അല്ലേ? ഇലക്ട്രോണിക് മീഡിയയിൽ അത് വീഡിയോ വാള് അല്ലെങ്കിൽ മറ്റേ വണ്ടികളിലുള്ള പ്രചരണം, ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് ഞാൻ തന്നെ ഒരു 3 ദിവസം മുമ്പ് അവരുടെ ഒരു ഇതിൻ്റെ ഫ്ലാഗ് ഓഫിന് പോയത്. അത് ഏകദേശം ഒരു 35ഓളം വണ്ടികളുണ്ട്, കൂടാതെ ഒരു 5 വീഡിയോ വാളിൻ്റെ വണ്ടികളുണ്ട്. അത്രയും വലിയ പ്രചരണം തന്നെയാണ് കൊടുത്തിരുന്നത്. അൻവർ ഒരു ഘട്ടത്തിലും അൻവർ ഒരു ഘട്ടത്തിലും മറ്റേ ഒരു കുറവ് നമ്മളെവിടെയും പണത്തിന്റെ ഒരു കുറവ് നമ്മൾ എവിടെയും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ഒരു 2 ആഴ്ച മുമ്പ് പോലെ അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണം പ്രഖ്യാപിച്ചത് പ്രചരണം തുടങ്ങിയിരുന്നെങ്കിലും അതൊന്നും അൻവർ ചെയ്തിരുന്നില്ല. അൻവർ ആ ഘട്ടത്തിൽ ചെയ്തിരുന്നത് വീടുകളിൽ പോകുന്നു, നേരിട്ട് പോകുന്നു, ചില പുള്ളിക്ക് ഉറപ്പായിട്ടും വോട്ട് കിട്ടുമെന്നുള്ളത് അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള എന്നുള്ള കേന്ദ്രങ്ങളിൽ പോയി നേരിട്ട് പോയി ഇന്ററാക്ഷൻ ആയിരുന്നു, അവരിൽ നിന്ന് ഉറപ്പിക്കുന്നതായിരുന്നു. പിന്നീടാണ് ഒരു പരസ്യ പ്രചരണത്തിലേക്ക് എത്തുന്നത്. അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ അൻവറിനെയാണ് ഈ കാണുന്നത്. നമ്മൾ എവിടെ നോക്കിയാലും അൻവറിന്റെ പ്രചാരണം ഇതാണ്. ഇതുപോലെ അൻവറിന്റെ റോഡ് മുഴുവനും നിരവധി പ്രചരണം അതൊരു അവസാന ദിവസങ്ങളിലേക്കാണ് ഉണ്ടാവുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരിക്കലും അൻവർ ആദ്യഘട്ടത്തിലൊന്നും ഇത്ര വലിയ പ്രചരണം ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ പ്രചരണം ഊർജിതമാക്കുക, അതിന് എല്ലാ തരത്തിലുമുള്ള വഴികളും അൻവർ ചെയ്തിട്ടുണ്ട്. അതാണ് അൻവർ കത്തിപ്പടരുകയാണ്. അവസാന ദിവസങ്ങളാകുമ്പോഴേക്ക് അൻവർ ഇതിനു മുമ്പ് എങ്ങനെയാണോ ഈ തെരഞ്ഞെടുപ്പ് വേദിയെ അല്ലെങ്കിൽ ഈ നിലമ്പൂരിനെ ആകപ്പാടെ ചർച്ചാ വിഷയമാക്കി, അതുപോലെ തന്നെ ഈ 2 പ്രധാനപ്പെട്ട മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വന്ന് രംഗത്തിറങ്ങിയപ്പോഴും PV അൻവർ ചർച്ചാ വിഷയമായിട്ട് ഇവിടെയുണ്ട്.